അത് ഞാൻ ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ യഥാർത്ഥ ആരോപണം എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? ഓഹരി കൈമാറ്റമാണോ അതോ MD-യെ മാറ്റിയതാണോ? എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? ഇപ്പോൾ പുറത്തു വരുന്ന വ്യത്യസ്ത പ്രതികരണങ്ങൾ നൽകുന്ന സൂചന എന്താണ്? സ്മൃതി, യഥാർത്ഥത്തിൽ CPM-ന്റെ വിഷയം ഭരണമാറ്റം സംഭവിച്ചു എന്നുള്ളത് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വിഷയങ്ങളിലൊന്നും CPM-ന് ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊന്നും യാതൊരു മെറിറ്റും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥ ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന പോലെ അതിൻ്റെ ക്ലോസ് 5.3 എന്ന് പറയുന്ന കരാറിലെ വ്യവസ്ഥയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഓഹരി കൈമാറ്റത്തിനുള്ള ഒരു അവകാശം കൺസെഷണർക്കുണ്ട് എന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 1-ാം വർഷമാണെങ്കിൽ 49% വരെ ഓഹരി വിൽക്കാം, അതിനുശേഷമാണ് 75% വരെയുള്ള ഓഹരി അവർക്ക് കൈമാറാം എന്നവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ, മുൻകൂർ അനുമതി അതോറിറ്റിയുടെ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ടാവണം. അങ്ങനെ മുൻകൂർ അനുമതി നിഷേധിക്കാൻ സംസ്ഥാന സർക്കാരിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് നാഷണൽ സെക്യൂരിറ്റിയാണ്, അത് കേന്ദ്ര സർക്കാരാവും പറയേണ്ടത്. മറ്റേത് പബ്ലിക് ഇൻട്രസ്റ്റിലായിരിക്കണം. അതെന്താണെന്ന് വിശദീകരിച്ച് അധികം താമസിക്കാതെ നമ്മൾ അതിൽ മറുപടി കൊടുക്കണം. ഇതാണ് വ്യവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മൾ ആവർത്തിച്ച് നമ്മുടെ ഈ മലയാളം പത്രങ്ങളിലും പത്രസമ്മേളനങ്ങളിലും എല്ലാം ഇതിനെ എതിർക്കുന്ന നേതാക്കന്മാർ പറയുന്നത് ഓഹരി വിറ്റു എന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ സെബിക്ക് അയച്ച കത്തിൽ ഓഹരി വിറ്റു എന്ന് പറയുന്നില്ല. ഓഹരി വിൽക്കാനായി നിങ്ങളെ സമീപിച്ചിരിക്കുന്ന ഈ സ്ഥാപനം, ഓഹരി വാങ്ങുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡൻഷ്യൽ, അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ അറിയിച്ചില്ല, പരസ്യത്തിന് മുമ്പ് അറിയിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതറിയാൻ വയ്യാതെ പറയുന്നതല്ല. ഓഹരി വിറ്റിട്ടില്ല, ഓഹരി വിൽക്കാൻ അവരാഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിനോട് അത് അറിയിച്ചിരിക്കുന്നു, അതിന് അനുമതി ചോദിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ സംസ്ഥാനത്തിന് ഹാനികരമാണെങ്കിൽ അതിനെ എതിർക്കേണ്ടിയിരുന്നത് കരാറിൽ അത് ഉൾപ്പെടുത്തുന്ന ഘട്ടത്തിലാണ്. കരാറിൽ അത് ഉൾപ്പെടുത്തുന്ന ഘട്ടത്തിൽ പല വിഷയങ്ങളിൽ എതിർപ്പ് CPM പറഞ്ഞിട്ടുണ്ട്. ഈ വ്യവസ്ഥയൊന്നും അല്ല എടുത്ത് പറഞ്ഞെങ്കിലും അഴിമതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ആ കരാറിൻ്റെ കാർമ്മിക സ്ഥാനം ഏറ്റെടുക്കുകയും അതിലഭിരമിക്കുകയും അത് പ്രചരണം നടത്തുകയും ചെയ്ത CPM-ന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ആ കരാറിലെ ഒരു വ്യവസ്ഥയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നതിന് യാതൊരു ധാർമ്മികമായിട്ടുള്ള അവകാശവുമില്ല. അത് ജനം പുച്ഛിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ വസ്തുത. എന്ന് മാത്രമല്ല, അവിടെ ഗ്രൗണ്ടിൽ അതിൻ്റെ യഥാർത്ഥ തിക്തഫലം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് പലർക്കും 1 ടൈം സെറ്റിൽമെൻ്റായിട്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് പാരിതോഷികം എന്നുള്ള രീതിയിൽ 2-3 ലക്ഷം രൂപ കൊടുത്ത് ഈ കമ്പനി അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് കൊടുക്കുമ്പോൾ അവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നു എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതിനെതിരെ വീട് നഷ്ടപ്പെടുന്നതിനെതിരെ സമരത്തിനിറങ്ങിയ തദ്ദേശവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കെതിരെ BJP-യോട് ചേർന്ന് ലോങ് മാർച്ച് നടത്തുകയും രാജ്യത്തിൻ്റെ വികസനത്തിനെതിരെ നിൽക്കുന്ന വിദ്രോഹ ശക്തികൾ എന്ന് വിളിക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ വന്നിട്ട് ഇങ്ങനത്തെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ജനത്തിന് ബോധ്യപ്പെടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ശ്രീ തോമസ് ഐസക്കൊക്കെ പറയുന്ന ക്ലോസ് 5.9 ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ 250 കിലോമീറ്റർ പരിധിയിൽ മറ്റൊരു പോർട്ടിൻ്റെ താല്പര്യമുള്ളവർ, അതായത് ഈ കൺസെഷണർക്കോ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്കോ 250 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ വേറൊരു പോർട്ടിൽ 25% കൂടുതൽ സ്റ്റേക്ക് വരാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഈ MSC എന്ന് പറയുന്ന ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, MSC അല്ല, അതിൻ്റെ ഒരു സബ്സിഡറിയാണ് വാങ്ങുന്നത് എങ്കിലും അതിൽ ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഈ 250 കിലോമീറ്റർ പരിധിയിൽ വേറെ തൂത്തുക്കുടിയിലോ ഒക്കെ അതിൽ താല്പര്യങ്ങൾ, അവർക്ക് സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് ഇത് കരാറിൻ്റെ വ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 2021 ജൂണിലാണെന്ന് തോന്നുന്നു, 2021 കൊളംബോയുടെ വെസ്റ്റ് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ 51% സ്റ്റേക്ക് അദാനി പോർട്സ് വാങ്ങിയതാണ്. ഇത് തമ്മിൽ 135 നോട്ടിക്കൽ മൈൽ വ്യത്യാസമേ പോർട്ട് പോർട്ടുള്ളൂ, കര തമ്മിലുള്ളൂ.
ആ പോർട്ടിൻ്റെ അതിർത്തി പോലുമല്ല എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്ററാണ്. അപ്പോൾ ഇത് അന്ന് ഈ ഇടത് സർക്കാർ ഇരിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൺസെഷണർ തന്നെ ഈ ദൂരപരിധിക്കുള്ളിൽ വേറൊരു പോർട്ടിൻ്റെ സ്റ്റേക്ക്, അത് 51% കൺട്രോളിങ് സ്റ്റേക്ക് വാങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പ്രതിഷേധവും ഈ സർക്കാരിൽ നിന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് മുഴുവൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചകഞ്ഞെടുത്തുകൊണ്ട് വന്ന് ഇത് മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസരം 10 വർഷം ന്യായീകരിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനെ എതിർക്കാൻ വരുന്നു എന്നല്ലാതെ ഇതിലൊരു കാര്യവുമില്ല. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞ ദിവ്യ എസ്ഐയുടെ കാര്യം. നമ്മൾ കെ രാഗേഷ് അവർ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ദിവ്യയെ മാറ്റുമ്പോൾ ഒരു പരിഭവം പറഞ്ഞു. രാകേഷിനെ ഇവിടുന്ന് മാറ്റിയപ്പോൾ ദിവ്യയും പറഞ്ഞിരുന്നു. അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. ഇത് ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിലും സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ എഴുതുന്നതിൽ ദിവ്യ സയ്യറെ മാറ്റിയതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം മാധ്യമങ്ങൾ പോലും ഉന്നയിക്കുന്ന നിലയുണ്ടായി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല. അവിടെ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയുക എന്നല്ലാതെ ഇതിലെന്തെങ്കിലും വസ്തുതയുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ നേതാക്കൾക്കും ഒരേ സ്വരമില്ലല്ലോ. 15 വർഷത്തേക്ക് മാത്യു, ഇപ്പോൾ ദിവ്യ സയ്യറുടെ വിഷയം എടുത്ത് ഉപയോഗിച്ചില്ല. എല്ലാ നേതാക്കളും ഒരേ സ്വരമില്ല എന്ന് പറയുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. PK ശ്രീമതി KK ശൈലജ ഒരു ഉദ്യോഗസ്ഥയെ മാറ്റുന്നത് ഇത്ര വലിയ ബഹളം വെക്കേണ്ട കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ശരിയാണ് സ്മൃതി, അതാണ് എൻ്റെ യഥാർത്ഥ വിഷയം. അതായത് ഇതൊരു പ്രോക്സി വാറാണ്, ഒരു നമ്മൾ നിഴൽ യുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാര്യമാണ്. പാർട്ടിക്കകത്ത് നമുക്കറിയാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ അവിടെ MV ഗോവിന്ദൻ ഇരിക്കുമ്പോൾ അദ്ദേഹം ആകെപ്പാടെ ഗോവിന്ദ മാഷ് ചെയ്യുന്നത് വീണയെ ന്യായീകരിക്കാം, ഇത്ര വലിയ പ്രശ്നങ്ങൾ ന്യായീകരിക്കാമെങ്കിൽ പിന്നെ ശൈലജയ്ക്ക് ഒരു സീറ്റും കൂടി ആയിക്കൂടെ എന്ന് ചെറിയ കാര്യം. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തീരുമാനം എടുക്കുന്നത്, കോറായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം വരുന്നത് ഒരു വ്യക്തിയിൽ നിന്നായിരുന്നു, പാർട്ടിയിലായാലും സർക്കാരിലായാലും എന്ന് നമുക്കറിയാം. അപ്പം നേരിട്ടത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഇവർക്ക് പലർക്കും ഉണ്ട്. വർഷങ്ങളായി അങ്ങനെ വിധേയരായി നിന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരത് പറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അവരതുകൊണ്ട് ആദ്യം നിഴലിനെ അടിക്കുന്നു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ദിവ്യ സയ്യരെ മാറ്റിയതിനെക്കുറിച്ചൊരു കമൻറ്റ് രാകേഷോ വേറെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞു, അതിനെക്കുറിച്ച് ഇവരെല്ലാം പ്രതികരിക്കേണ്ട കാര്യം എന്താ? അതങ്ങ് വിട്ടാൽ പോരെ? അതിലെന്ത് ഈ വർഗ താല്പര്യമാണ് ഇരിക്കുന്നത്? ഈ വർഗശത്രു, വർഗവഞ്ചകർ, ഇതൊക്കെയാണല്ലോ ഈ പറയുന്നത്. ഇതിലെന്ത് താല്പര്യമുള്ളത്? ഇപ്പോൾ അതെടുത്ത് പരസ്യമായിട്ടിട്ട് ഒരു അടിക്കുക എന്ന് പറയുന്നത് മറ്റ് പല താല്പര്യം. ഞാനൊന്ന് അടിച്ചു എന്നുള്ളത് പരസ്യമായി രേഖപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു അഭ്യാസം എന്നല്ലാതെ അതിൽ കാര്യമൊന്നുമില്ല. അപ്പം നാളിതുവരെ എന്ത് പറഞ്ഞാലും മൗനമായിരിക്കുക, അതിൻ്റെ പിന്നിലാണ് നിരക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞു. ഞങ്ങൾ ആ ഒരു നിലപാടിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു എന്ന് പറയുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം ഒരു വ്യത്യസ്ത നിലപാട് അവർ സ്ട്രൈക്ക് ചെയ്യുന്നു, അവരത് പറയുന്നു. അത് കണ്ണൂരിൽ നിന്ന് തന്നെ പറയുന്നു എന്നുള്ളത് കണ്ണൂർ രൂപപ്പെട്ടിട്ടുള്ള വലിയ അസ്വസ്ഥതകളുടെ ഒരു പ്രകടമായ ഭാവമാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതിലോട്ട് കൂടുതൽ വായിക്കേണ്ടതുണ്ടെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.